അതെ, ചെമ്മീൻ ഇഷ്ടമുള്ളവരാണ് അങ്ങനെയാണെങ്കിൽ ഇനി ചെമ്മീൻ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ. ചെമ്മീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് അതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് സമയത്തേക്ക് അതിൻ്റെ മസാല കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കുന്നവരെ അതൊന്ന് മാറ്റി വെക്കുക. നമ്മൾ ചെമ്മീൻ ഏകദേശം മസാലയൊക്കെ പിടിച്ച് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാന് എടുത്ത് ചൂടാക്കുക. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കറിവേപ്പില പൊട്ടിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ച മസാല പറ്റി വെച്ച ചെമ്മീനെല്ലാം കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പക്ഷേ ഇതിൽ മസാല പറ്റുന്ന സമയത്ത് എന്നോട് മറന്നു ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ചേർക്കുകയായിരുന്നു നല്ലത്. പക്ഷേ ഇത് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതോട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അത് അടി പിടിക്കാതെ നോക്കണേ. തീ ഒന്ന് ലോ ഫ്ലെയിമിലിടുകയാണ് നല്ലത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഉള്ളി, അതുപോലെ തന്നെ ഒരു തക്കാളി, കുറച്ച് പച്ചമുളകും കൂടി നന്നായിട്ട് മിക്സിയിലൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചെടുത്തിട്ട് ചെമ്മീൻ ഏകദേശം വേവ് പറ്റിയിട്ട് അതിനകത്തേക്ക് ഇതൊന്ന് മിക്സ് ഒഴിച്ചു കൊടുക്കുക. മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ചെറുക്ക് അത് എരിവ് പോരായുണ്ടാവും. ഇവിടെ അത്യാവശ്യം എരിവ് വേണ്ടതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എരിവൊക്കെ നോക്കിയതിന് ശേഷം കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിങ്ങനെ ഇളക്കി വേവിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തീ കുറച്ചിടാൻ മറന്നു പോകരുത്. എൻ്റെ ഏതായാലും ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് അടി പിടിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ചിടാൻ ശ്രദ്ധിക്കട്ടോ. നല്ലപോലെ വറ്റി ഇതുപോലെ ഫ്രൈ ആയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചോറ് തിന്നാൻ പിന്നെ വേറെ ഒന്നും വേണ്ട. കരിഞ്ഞു പോവാതെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ്. അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുമോ.